ഹായ് ഓൾ. സെൽഫ് ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണേ. ബേസിക് ആയിട്ടുള്ള 4 ഹാബിറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മഞ്ജു. ഈ റെയിൻബോ വേൾഡ് എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി തരുന്നത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചും സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ്. അപ്പോൾ സ്വയം ഒരു മാറ്റം വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെൽഫ് ഗ്രോത്തിനെ കുറിച്ചുള്ള 4 ബേസിക് ഹാബിറ്റാണ് ഞാൻ പറയുന്നത്. 4ാമത്തെ ഹാബിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. 1ാമത്തെ പോയിൻറ്റ്, മേക്ക് എ പ്ലാൻ. കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി പോകും. ഇപ്പം ചില ആൾക്കാരുണ്ട്, ഉറക്കം തീരുമ്പോൾ എഴുന്നേക്കും, എപ്പോൾ ഉറങ്ങണമെന്ന് തോന്നുന്നോ അപ്പോൾ ഉറങ്ങും. പിന്നെ എന്നാ, വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഹൈഡ്രേഷനൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇഷ്ടം പോലെ ഉറങ്ങി ഇഷ്ടം പോലെ എണീറ്റ് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ ഫോൺ യൂസ് ചെയ്ത് അല്ലേ, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ആദ്യം അതിൽ ഒരു മാറ്റം വരണം. നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കണം. ആദ്യം അവനവനെക്കുറിച്ച് ഒരു ബോധം വേണം. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ വീക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മാറ്റം വരേണ്ടത്, എന്ത് കാര്യം ഞാൻ ചെയ്താലാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് ഒന്ന് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്ത് മാറ്റമാണ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, പഠിക്കാനാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം പഠിക്കണം തീരുമാനിക്കുക. അപ്പം അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റാൽ പോരാ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കണം. അങ്ങനെ ഓരോ ദിവസവും പോകുന്തോറും അരമണിക്കൂർ, 1 മണിക്കൂർ അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന മാറ്റം ഒരു 21 ദിവസം ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റാം. അതാണ് അടുത്ത പോയിൻറ്റ്. എന്താണ്? കൺസിസ്റ്റൻസി. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് നമ്മളങ്ങ് ചെയ്തേക്കണം. അത് അങ്ങനെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ ശീലമായിട്ടങ്ങ് മാറും. പിന്നെ നമ്മൾ 21 ദിവസം കഴിഞ്ഞാലും നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? അപ്പം നെക്സ്റ്റ് പോയിൻ്റാണ് ഹെൽത്ത് ആൻഡ് സ്ലീപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നല്ല പോലെ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഈ 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന 2 കാര്യമാണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തതും അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കാത്തതും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ. പിന്നെ ഫുഡിൽ നമ്മൾ വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉറങ്ങി നമുക്ക് ഇഷ്ടമുള്ളപ്പം എഴുന്നേൽക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ കിടക്കുവാണെങ്കിൽ അത്യാവശ്യം നേരത്തെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അപ്പം 6 to 7 hours ഒക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, സ്പെൻഡ് ടൈം ഫോർ ലേണിംഗ് ആൻഡ് സെൽഫ് ഗ്രോത്ത്. നമ്മൾ ദിവസവും നമ്മൾ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. വെറുതെ ഇങ്ങനെ സമയം ഒരുപാട് നമ്മൾ കളയുന്നില്ലേ, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നില്ലേ, ഇനി അതൊക്കെ നിർത്ത്. നമ്മുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യണം. ഒറ്റയടിക്ക് എല്ലാം അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ടത് വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുക. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. വേറൊന്നുമല്ല, എഡിറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കൂ. അതുപോലെ തന്നെ നല്ല നല്ല ഇൻ്റർവ്യൂസൊക്കെ കാണാം. ഇൻ്റർവ്യൂസൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് അറിവുകളൊക്കെ കിട്ടും.
അതുപോലെ പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടാൻ ഉള്ള വകയുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, സെൽഫ് ഗ്രോത്ത് വേണം എന്നുള്ള ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറൊക്കെ ചെയ്യണേ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ 4 പോയിൻറ്റിൽ ഏത് പോയിൻ്റാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. താങ്ക് യു ഓൾ, ടേക്ക് കെയർ.